നമസ്കാരം. പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയെ കണ്ടെത്താൻ അന്വേഷണം കൂടുതൽ ഊർജിതമായി പുരോഗമിക്കുന്നു. തെരച്ചിലിന്റെ ഭാഗമായി അർജുൻ ആയങ്കി ഒളിവിൽ പോകാൻ ഉപയോഗിച്ച ഭാര്യയുടെ പേരിലുള്ള കാർ കണ്ണൂർ പനങ്കാവിൽ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തു. അതിനിടെ ആയങ്കി മലപ്പുറം എടപ്പാളിലെ ഒരു റെസ്റ്റോറന്റിലെത്തി ഭക്ഷണവും ചായയും കഴിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അർജുന് ഒളിവിൽ താമസിക്കാൻ സഹായം നൽകിയ 5 പേരെ തിരൂർ ഡിവൈഎസ്പി AM സിദ്ദിഖിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ആയങ്കിയെ സഹായിച്ച തിരുവനന്തപുരത്ത് നിന്നുള്ള 3 പേർ, കൊച്ചിയിൽ നിന്നുള്ള 2 പേർ, മലപ്പുറത്ത് നിന്നുള്ള 4 പേർ ഉൾപ്പെടെ 20-ലേറെ കൂട്ടാളികളെ വിവിധ സ്റ്റേഷനുകളിലായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചതിന് അർജുൻ ആയങ്കിക്കെതിരെ എറണാകുളം റൂറൽ സൈബർ പോലീസ് വീണ്ടും കേസെടുത്തിട്ടുണ്ട്. മനോജ് ജോസ് ആഴകത്ത് നൽകിയ പരാതിയിലാണ് പൊതുസമൂഹത്തിൽ മുഖ്യമന്ത്രിയെ അപമാനിച്ച് ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ കുറിപ്പിട്ടെന്ന FIR രജിസ്റ്റർ ചെയ്തത്. ഒളിവിൽ പോകുന്നതിന് മുൻപായിരുന്നു മുഖ്യമന്ത്രി VD സതീശനെതിരെ ആയങ്കി ഈ കുറിപ്പ് പങ്കുവച്ചത്. അതേസമയം കണ്ടാൽ വെടിവെക്കാൻ ഉത്തരവുകൾ ഉണ്ടെന്ന വാർത്തകളോട് മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്ന് ആയങ്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. ഇതിനിടെ വിഷയത്തിലെല്ലാം പോലീസ് നോക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. അർജുൻ ആയങ്കിയെ പിടികൂടാൻ എറണാകുളം റൂറൽ SP KS സുദർശനന്റെ നിർദ്ദേശപ്രകാരം മൂവാറ്റുപുഴ DYSP KR മനോജിന്റെ മേൽനോട്ടത്തിൽ ഊന്നുകൽ ഇൻസ്പെക്ടർ BS ആദർശ് അടങ്ങുന്ന 11-അംഗ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം തുടരുകയാണ്. അർജുൻ ആയങ്കി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ തുടരുന്നതിനു പിന്നിൽ കൃത്യമായ തന്ത്രങ്ങൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സിം കാർഡുകൾക്ക് പകരം വൈഫൈ ഉപയോഗിക്കുകയും സുഹൃത്തുക്കളെ ബന്ധപ്പെടാൻ രഹസ്യ ആപ്പുകളെ ആശ്രയിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടാൻ പ്രത്യേക ആളുകളെ ചുമതലപ്പെടുത്തുകയുമാണ് ആയങ്കി ചെയ്യുന്നത്. സ്വർണം പൊട്ടിക്കൽ, കള്ളക്കടത്ത് എന്നിവയിലൂടെ നിർമ്മിച്ചെടുത്ത വിപുലമായ ക്രിമിനൽ ബന്ധങ്ങളാണ് ആയങ്കിക്ക് ഒളിവിടങ്ങളും വാഹനങ്ങളും സൗകര്യങ്ങളും നൽകി സഹായിക്കുന്നത്. മറ്റുള്ളവരുടെ പേരിലുള്ള സിം കാർഡുകൾ ഉപയോഗിച്ചും സാങ്കേതിക വിദ്യകളിലുള്ള പരിചയസമ്പത്ത് മുതലാക്കിയുമാണ് ഇയാൾ പോലീസിന് പിടികൊടുക്കാതെ കഴിയുന്നത്. സാധാരണയായി പ്രതികളെ കണ്ടെത്താൻ IP അഡ്രസ്സും ടവർ ലൊക്കേഷനുമാണ് പോലീസ് പിന്തുടരാറുള്ളത്. എന്നാൽ VPN, TOR നെറ്റ്വർക്കുകൾ എന്നിവ ഉപയോഗിച്ച് ആയങ്കി IP അഡ്രസ് മറയ്ക്കുന്നതിനാൽ ഡിജിറ്റൽ ട്രാക്കിംഗ് അസാധ്യമാകുന്നു. മെറ്റയിൽ നിന്ന് ഔദ്യോഗിക വിവരങ്ങൾ ലഭിക്കാനുള്ള രാജ്യാന്തര നിയമ നടപടിക്രമങ്ങളുടെ കാലതാമസവും ആയങ്കി മുതലെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടെ വാഹനങ്ങൾ മാറ്റി സഞ്ചരിക്കുന്നതും പോലീസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഡിജിറ്റൽ തെളിവുകൾക്ക് പകരം പരമ്പരാഗത രീതിയിലുള്ള മനുഷ്യവിഭവശേഷിയും പ്രാദേശിക വിവരശേഖരണവുമാണ് പോലീസ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച മലപ്പുറം എടപ്പാളിലെ കടയിലുള്ള CCTV ദൃശ്യങ്ങളിലാണ് ആയങ്കിയെയും കൂട്ടാളികളെയും അവസാനമായി കണ്ടത്. ഇതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ഇയാൾ തൊട്ടടുത്ത ദിവസം ഊന്നുകൽ ഇൻസ്പെക്ടർ BS ആദർശിനെ ഇൻസ്റ്റാഗ്രാമിൽ ബന്ധപ്പെട്ട് കീഴടങ്ങാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഇൻസ്പെക്ടറെ വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയായിരുന്നു. കീഴടങ്ങുന്നതിന് മുൻപ് തന്നെ ഇയാളെ പിടികൂടാൻ പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആയങ്കിയെ കണ്ടെത്തുന്നതേറെ വെല്ലുവിളിയായി തുടരുകയാണ്.